ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അംബർല കട്ടിൻ്റെ തന്നെ ഹാഫ് ലെയർ ഇട്ട് ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഹാഫ് ലെയർ തയ്ക്കുന്നതിന് നമുക്ക് ശരിക്കും 3.5 മീറ്റർ മതി. നമ്മളിത് താഴെ പ്രില്ല് വരത്തക്ക രീതിയിലും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 മീറ്റർ എടുത്തിരിക്കുന്നത്. ഈ മീറ്ററിന് 45 രൂപ വില വരുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ 36 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്കാണ് ഇത് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തുണി ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ബോഡി പാർട്ടിന് വണ്ണത്തിനാവശ്യമായിട്ട് നമുക്ക് തുണി രണ്ടായിട്ട് മടക്കി അതിനെ 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ അതായത് വണ്ണം പറഞ്ഞിരിക്കുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ 36 ഇഞ്ച് വണ്ണമാകുമ്പോൾ അതിൻ്റെ 4/1 + 2 ഇഞ്ച്, അപ്പോൾ 9ൻ്റെ കൂടെ 2 കൂടെ ആയപ്പോൾ 11 ഇഞ്ച് ഇട്ട് തുണി ഇതേപോലെ 4ആയിട്ട് മടക്കിയിടാം. നമ്മൾ ബോഡി പാർട്ടാണ് ആദ്യം എടുക്കുന്നത്. ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുണി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശരീരത്തിൽ നിന്നുള്ള അളവ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 44 ഇഞ്ചാണ്. അത് ഷോൾഡറിൽ നിന്ന് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത്. ഇത് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 44 ഇഞ്ചാണ്. ബോഡി ലെങ്ത്, അതായത് ഷോൾഡറിൽ നിന്ന് നമുക്ക് ആ 2 പാർട്ടായിട്ട് തിരിയേണ്ട അവിടെ വരേണ്ട ലെങ്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 15.5 ഇഞ്ച്. പിന്നെ വണ്ണം പറഞ്ഞിരിക്കുന്നത് 36 ഇഞ്ചാണ്. അതിൻ്റെ 4/1 + 2 ഇഞ്ച്, അപ്പം 11 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പിക്ക് വരയ്ക്കാം. അതായത് ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. താഴെ ഇങ്ങനെ ഒരു പ്രില്ല്, ബോഡി പാർട്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പാർട്ട് അംബർലാടെ പാർട്ടാണ് ആ വരുന്നത്. അതിന് താഴെ പ്രില്ല്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മൊത്തം ലെങ്ത് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 44 ഇഞ്ചാണ്. അതിൽ നിന്ന് 14 ഇഞ്ച് കുറയ്ക്കണം, അതായത് ബോഡി ലെങ്ത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൽ നിന്ന് ഏറ്റവും താഴെ വരുന്നത് പ്രില്ലിൻ്റെ പാർട്ടാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പം 30 ഇഞ്ച് മൊത്തം വരുന്നത് 30 ഇഞ്ച്. അതിൽ നിന്ന് 9 ഇഞ്ച് പ്രില്ലിൻ്റെ പാർട്ട്. പിന്നെ അപ്പം 30ൽ നിന്ന് 9 ഇഞ്ച് കുറയ്ക്കുമ്പം കിട്ടുന്നത് 21 ഇഞ്ച്. അപ്പോൾ ആദ്യമേ വരുന്നത് ബോഡി പാർട്ട് 14 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 15.5 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിൽ എടുക്കും. പിന്നെ വരുന്ന അംബർലയുടെ പോർഷൻ വരുന്നത് 21 ഇഞ്ചാണ് വരേണ്ടത്. അതിന് 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 23 ഇഞ്ച്. പിന്നെ വരുന്നത് പ്രില്ലിൻ്റെ പാർട്ടാണ്. അതിന് നമ്മൾ 9 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ ചേർത്ത് 11 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പാർട്ടും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 14, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 15.5 ഇഞ്ച്. വണ്ണം എടുത്തിരിക്കുന്നത് 11 ഇഞ്ച്. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് അംബർലാടെ പോർഷൻ വരുന്ന ഭാഗം എടുത്തിരിക്കുന്നത് 23 ഇഞ്ച് ലെങ്ത് ഇട്ടാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ട് എടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ട് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് 11 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. ബോഡി പാർട്ടിൻ്റെ മെഷറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. 15.5 ഇഞ്ച് നീളവും 11 ഇഞ്ച് വണ്ണവും ഇട്ടുകൊണ്ട് തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഷോൾഡർ, കഴുത്തകലം, കൈക്കുഴി ഇതൊക്കെ മാർക്ക് ചെയ്യാം. കഴുത്ത് ഫ്രണ്ടും ബാക്കും എല്ലാം മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ വണ്ണത്തിൻ്റെ 1/6, 36ൻ്റെ 1/6 എന്ന് പറയുമ്പം 6 ഇഞ്ച്. ഷോൾഡർ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേ അളവ് തന്നെ 6 ഇഞ്ച് തന്നെ താഴോട്ട് കൈക്കുഴിയും മാർക്ക് ചെയ്യാം. ഷോൾഡറും കൈക്കുഴിയും മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്തിൻ്റെ അകലം നമ്മളിതിന് എടുത്തിരിക്കുന്നത് 2.25 ഇഞ്ചാണ്. നമ്മളിത് ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ഒരു ഫ്രോക്കല്ല, ലൈനിങ് ഇടാതാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്നത് 2.25 ഇഞ്ചാണ്. ക്രോസ് കട്ട് ചെയ്തിട്ട് കഴുത്ത് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴുത്ത് ഫ്രണ്ടും ബാക്കും ഇറക്കം എടുത്തിരിക്കുന്നത് 6 ഇഞ്ച് തന്നെയാണ്. അപ്പം ഷോൾഡർ എടുത്തേക്കുന്നത് 6 ഇഞ്ച്, കൈക്കുഴി എടുത്തിരിക്കുന്നത് 6 ഇഞ്ച്, കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്നത് 2.25 ഇഞ്ച്, കഴുത്ത് ഫ്രണ്ടും ബാക്കും എടുത്തിരിക്കുന്നത് 6 ഇഞ്ച്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയെടുത്ത് കൈക്കുഴിയുടെ താഴെയായിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് പൊക്കിയെടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൽ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലുമായിട്ട് ഡാട്ട് പിടിക്കുന്നതിനായിട്ട് ഈ മടക്ക് ഭാഗത്ത് നിന്ന് ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിരിക്കുക. നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതിന് ഡാട്ട് പിടിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡാട്ട് പിടിക്കുന്നതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്.
അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഡാറ്റ് പിടിക്കാം. ബാലൻസ് വരുന്ന തുണി ഞാൻ ഇതേപോലെ ഓപ്പൺ വരുന്ന ഭാഗം ഇതേപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് തുണി. ഈ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ക്രോസ് ഇടാം. ഈ മടക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് പ്രില്ലിന് ആവശ്യമായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ഇതേപോലെ തുണിയൊന്ന് ക്രോസായിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് വണ്ണത്തിൻ്റെ 1/4 ഇഞ്ച്. അപ്പോൾ 36ൻ്റെ 4 എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്ത് 10 ഇഞ്ച്. ഇതേപോലെ 10 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അതേപോലെക്ക് വെച്ചുകൊണ്ട് ടേപ്പ് വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്രോസ് വെച്ചിരിക്കുന്ന മൂലഭാഗത്ത് നിന്ന് താഴോട്ട് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കുക. അപ്പോൾ 12.5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 12.5 ഇതേപോലെ മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ ടേപ്പ് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലെങ്ത് താഴോട്ട് വരേണ്ട അമ്പർലാടെ ഭാഗത്ത് വരേണ്ട ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 23 ഇഞ്ചാണ്. അത് ഇതേപോലെ ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് 23 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അമ്പർല, ഹാഫ് ലെയർ അമ്പർല വരത്തക്ക രീതിയിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 23 ഇഞ്ചാണ്. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വരേണ്ടത് താഴോട്ട് വരേണ്ട പ്രില്ലും കൈയുമാണ് വേണ്ടുന്നത്. കൈ നമ്മൾ ബലൂൺ ഫിറ്റ് കൈയാണ് എടുത്തിരിക്കുന്നത്. ബലൂൺ ഫിറ്റിൻ്റെ പ്രില്ല് വരുന്ന രീതിയിലുള്ള കൈയാണ്. അതിനാവശ്യമായിട്ടുള്ള പടിയുമാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്ക് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ആദ്യമേ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ അതിനുശേഷം 2 ഇഞ്ച് എക്സ്ട്രാ പഫിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. കൈയുടെ ലൂസ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. നമുക്ക് പ്രില്ല് ബലൂൺ ഫിറ്റാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രില്ല് വരേണ്ടത് കൊണ്ട് അതിൻ്റെ ഇരട്ടി, അതായത് 18 ഇഞ്ച് അത് മാർക്ക് ചെയ്യുക. അത് അവിടെ നമ്മൾ കൈയുടെ ലെങ്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്തത് അതിൽ നിന്ന് 3 ഇഞ്ച് കർവും കൂടെ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അര ഇഞ്ച് താഴ്ഭാഗത്ത്, അര ഇഞ്ച് മുകളിലോട്ട് ഷേപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന തുണി നമുക്ക് മൂന്നാമത്തെ പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 9 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ ചേർത്ത് 11 ഇഞ്ച്. ഇപ്പോൾ ബാലൻസ് വന്ന തുണിയെ ഞാൻ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് 11 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 11 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒരു മടക്ക് ഭാഗത്തുനിന്ന് നമുക്ക് ഒരു പീസും കൂടെ കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ താഴ്ഭാഗത്തേക്കുള്ള പ്രില്ലിനുള്ള തുണിയും കിട്ടിയിട്ടുണ്ട്. കൈയുടെ പടിക്ക് ആവശ്യമായിട്ടുള്ള തുണിയാണ്. അതായത് കൈയുടെ വണ്ണം പറഞ്ഞിരിക്കുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ചേർത്ത് 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് വീതിയിലും പിന്നെ 5 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. കൈ ഇതേപോലെ പടി രണ്ടായിട്ടൊന്ന് മടക്കി അതിനകത്ത് ഞൂറ് വെച്ച് അടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. വീതിക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കട്ടിക്ക് പടി കിട്ടത്തക്ക രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്രോസ് ആണ് വേണ്ടത്. കഴുത്തിന് വെക്കാനുള്ള ക്രോസ് 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവശ്യമായിട്ട് 2 ക്രോസ് എടുക്കാം. പിന്നെ നമുക്ക് വരേണ്ടത് ബാക്കിലേക്ക് കെട്ടേണ്ട വള്ളിയാണ്. അതിനായിട്ട് 2 പടി നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിരിക്കുവാണ്. ബാക്കിലത്തേക്കുള്ള വള്ളിയും കൂടെ കട്ട് ചെയ്തെടുക്കുമ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണാം. ഫ്രണ്ട് വശത്തെ പാർട്ടിലേക്ക് ക്രോസ് ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ ക്രോസ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് വശത്തെ പാർട്ടിലെ ക്രോസ് നല്ല വശത്ത് വെച്ച് അടിച്ചിട്ട് അകത്തോട്ട് പതുക്കെ അടിക്കുക. ഫ്രണ്ട് വശത്തെ ക്രോസ് നമ്മൾ ചീത്ത വശത്ത് വെച്ച് അടിച്ചതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് പതുക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തോട്ട് ക്രോസ് കാണത്തക്ക രീതിയിൽ പതുക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ചീത്ത വശത്ത് വെച്ചിട്ട് പുറത്തോട്ട്, അതായത് നല്ല വശത്തേക്ക് ക്രോസ് ഇതേപോലെ ഒന്ന് അരികെ മടക്കിക്കൊണ്ട് തിരിച്ചടിക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്രോസ് കാണത്തക്ക രീതിയിൽ ഇരിക്കുന്നതായിരിക്കും. ഇനി ബാക്ക് വശത്തെ ക്രോസ് അടിക്കുന്ന സമയത്ത് നല്ല വശത്ത് വെച്ച് ക്രോസ് അടിച്ച് തിരിച്ച് അകത്തോട്ട് കമത്തി അടിക്കുക. ബാക്ക് വശത്ത് തയ്ച്ചിരിക്കുന്ന ക്രോസ് ഇതേപോലെ ഒന്ന് പതുക്കെ അടിച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ പതുക്കെ അടിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഷോൾഡർ കവർ ചെയ്ത് തയ്ക്കാൻ പറ്റും. അതായത് ഇതേപോലെ ഒന്ന് പതുക്കെ അടിച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ നല്ല വശവും വെച്ച് ഇതേപോലെ ഒന്ന് ചേർത്ത് തയ്ക്കുക. തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ 2 തയ്യലിടുക. അതേപോലെ പതുക്കെ അടിക്കുന്നതിനായിട്ട് ബാക്കിലത്തെ
തയ്യൽ തുമ്പ് തള്ളിയിട്ടതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് മടക്കി ഷോൾഡർ കവർ ചെയ്ത് അടിക്കുക. നൈറ്റിയൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഷോൾഡർ കവർ ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഇതേപോലെ ക്രോസ് കട്ട് ചെയ്ത് ഇതേപോലെ കവർ ചെയ്താണ് തയ്ക്കുന്നത്. ഇനി ഫ്രണ്ട് വശത്തെ ഡാട്ടും ബാക്ക് വശത്തെ ഡാട്ടും പിടിക്കാൻ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് മുകളിലോട്ട്, അതായത് 4 ഇഞ്ചായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടിരുന്നത്, അവിടെ നിന്ന് മുകളിലോട്ട് പ്രസർ വീതിയുടെ അകലത്തിൽ മുകളിലോട്ട് 5 ഇഞ്ച് പൊക്കത്തിൽ ഡാട്ട് പിടിക്കുക. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ പിടിക്കുക. ഇനി നമുക്ക് കൈ തയ്ക്കുന്നതിനായിട്ട് പടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യമേ 2 പടികൾ ഇതേപോലെ ഒരേപോലെ വെച്ച് ചേർത്തടിക്കുക. ഇത് നമുക്ക് പടിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വീതിക്ക് നമ്മൾ തുണി എടുത്തിരിക്കുന്നത്. തുണി കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ച് എടുത്താൽ മതി. ഇതിപ്പം തുണി ഉണ്ടായതുകൊണ്ട് നമുക്കൊരു കട്ടി കിട്ടത്തക്ക രീതിയിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത്. ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അതിനെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്യത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് മറ്റേ കൈ വെട്ടി വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വരത്തക്ക രീതിയിൽ ഞൊറു പിടിച്ച് അടിക്കുക. ബോഡി പാർട്ടിലേക്ക് കൈ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു എൻഡിൽ നിന്ന് തുടങ്ങി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോൾഡറിൻ്റെ സെൻറ്ററിലും കൈയുടെ കട്ട് ചെയ്തിട്ടേക്കുന്ന സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യത്തക്ക രീതിയിൽ ഇതേപോലൊന്ന് പ്രില്ല് പിടിച്ച് ചേർത്ത് തയ്ച്ചു കൊടുക്കുക. ബോഡി പാർട്ട് തമ്മിൽ ചേർക്കുക. താഴെ അമ്പർലാടെ ഭാഗത്ത് വീണ്ടും താഴെ വരുന്ന പാർട്ടായിട്ടുള്ള തുണികളെടുത്ത് പ്രില്ല് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് വണ്ണം നോക്കി നമുക്ക് ഷേപ്പ് അടിക്കാം. ഇത് ബാക്ക് വശത്തേക്കുള്ള വള്ളിയാണ്. ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് ബോഡി പാർട്ട് തമ്മിൽ ചേരുന്നതിന് തൊട്ട് മുകളിലായിട്ട് വെച്ചുകൊണ്ട് ബോഡി ഷേപ്പ് അടിക്കുമ്പോൾ ചേർത്ത് തയ്ച്ചു കൊള്ളിക്കുക. നമ്മുടെ ഫ്രോക്ക് തയ്യാറായിരിക്കുകയാണ്.